ഞാൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിലേക്ക് പോകുന്നു. ബി.ജെ.പി. പ്രതിനിധി, തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ബി.ജെ.പി. പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. ഇപ്പോൾ തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം, സ്ത്രീ വോട്ടർമാർ, സുരേഷ് ഗോപി എന്ന നടന് നൽകിയ വോട്ട്, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ തനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ എത്രത്തോളം നിങ്ങൾ സമാഹരിച്ചു എന്ന യാഥാർത്ഥ്യവും അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വരുത്തരായ കുറേ പേരെ നിങ്ങൾ ചേർത്തു. അത് ചട്ടവിരുദ്ധമായി, ക്രമവിരുദ്ധമായി എന്നുള്ള ആക്ഷേപമാണല്ലോ ഉയർന്നിരിക്കുന്നത്. അത് ഇപ്പോൾ ഉയർന്നതല്ല, നേരത്തെയും ഉയർന്നതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഘട്ടത്തിൽ അതൊന്നുകൂടി ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി ചേർത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെതായി പറയുന്ന 11 വോട്ടുകൾ അവരിപ്പോൾ എവിടെ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് സമയത്തേക്ക് അവിടേക്ക് വോട്ടർ പട്ടികയിൽ ആ പേര് ചേർക്കുന്നു, അവർ അവിടേക്ക് വരുന്നു, പിന്നീട് അവർ അപ്രത്യക്ഷരാകുന്നു. ഇനി അവർ മറ്റൊരു സ്ഥലത്ത് പോയി വീണ്ടും വോട്ടർ പട്ടികയിൽ മറ്റൊരിടത്തേക്ക് ചേർക്കുമ്പോഴാണ് അത് ചട്ടവിരുദ്ധമാകുന്നത്. അതിൽ പറഞ്ഞതിൽ എത്രത്തോളം ചട്ടവിരുദ്ധതയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ അതിഥി തൊഴിലാളികളടക്കമുള്ളവരെ ചേർത്തുകൊണ്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ആളുകളെ ചേർത്തിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമുണ്ട്. അനീഷ് കുമാർ മറുപടി. സത്യത്തിൽ ഈ വിഷയത്തിൽ സുനിൽകുമാർ തുടക്കം മുതൽ തൃശ്ശൂരിലെ ജനങ്ങളെ പരിഹസിക്കാൻ വേണ്ടി, അപഹസിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അദ്ദേഹത്തിന് വലിയ ജയപ്രതീക്ഷ ഉണ്ടായിരുന്നു തൃശ്ശൂര്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണതിന്റെ തലേ ദിവസം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ച സമയത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച സമയത്ത്, എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണല്. അപ്പൊ ആ 1 മാസത്തിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ, ആക്ഷേപം ഉണ്ടെങ്കിൽ, അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാനും പരാതി കൊടുക്കാനൊക്കെ ഉള്ള ഒരു സമയം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വോട്ടെണ്ണൽ. ആ വോട്ടെണ്ണലിന്റെ തലേ ദിവസം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, താമര വിരിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, താമര വിരിയും, അതുപോലെ ചെളിക്കുണ്ടിൽ വിരിയും എന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്തത്, അപഹസിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ജൂൺ 4-ാം തീയതി ഞാൻ പാർട്ടി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് പടിഞ്ഞാറേക്കോട്ടയില് CPM-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ സുനിൽകുമാറിനെ സഞ്ചരിക്കാനുള്ള വിജയരഥം റോഡ് സൈഡിൽ കിടക്കാണ്. അപ്പൊ അവർ ജയിക്കുമെന്ന് 100% അവർക്ക് ആത്മവിശ്വാസമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ 75,000 തോൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആഘാതം തന്നെയാണ്. അത് ഒരു മാനസിക നില തെറ്റുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 4 ദിവസമൊക്കെ അങ്ങനെ സംഭവിക്കാം. പക്ഷെ 1 വർഷത്തിന് ശേഷവും സമചിത്തത വേണ്ടെടുത്തുകൊണ്ട് ആ ജനാധിപത്യ ബോധത്തോടു കൂടി ജനവിധിയെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദയാണ്. ആ മര്യാദ കാണിക്കാതെ ഓരോ ദിവസം ഉണ്ടയില്ലാത്ത ഓരോ വെടികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. കുറെ നാള് അതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു മേയറാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്, മേയർ കള്ളക്കളി കളിച്ചിട്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. അതിനുശേഷം പറഞ്ഞു സഭകളാണ് ജയിപ്പിച്ചത്, സഭകൾ കൂട്ടത്തോട് കൂടിയിട്ട് വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. ഇപ്പൊ പറയുന്നു വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയിട്ടാണ് BJP ജയിച്ചത് എന്ന് പറയുന്നു. സത്യത്തിൽ സുനിൽകുമാർ CPM-ന്റെ സംഘടനാ സംവിധാനത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം വെടിയുതിർക്കുന്നത് CPM-ന് നേരെയാണ്. കാരണം താങ്കൾ ഇതിൽ രാഷ്ട്രീയമായ പ്രതികരണം നടത്തുന്നു, ശരിയാണ്, അങ്ങേക്ക് അത് നടത്താം. പക്ഷെ എന്നാലും നിങ്ങൾ എത്ര വോട്ടർമാരെ കൂടുതലായി ചേർത്തു? എല്ലാ പാർട്ടികളും വോട്ടർമാരെ ചേർക്കാൻ ശ്രമിക്കും, അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ അനധികൃതമായി ചേർത്തു. സമീപ ജില്ലകളിൽ നിന്ന്, പാലക്കാട് നിന്നും ആലത്തൂരിൽ നിന്നും ഒക്കെ വോട്ടർമാരെ ഇങ്ങോട്ട് ചേർത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അതിഥി തൊഴിലാളികളെയും, അതിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? നിങ്ങൾ കൂടുതലായി ചേർത്ത വോട്ടർമാരുടെ എണ്ണം ഇപ്പോഴൊന്നുകൂടി ഒന്ന് പറയാം. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ പോയിന്റിലേക്ക് എത്തിയ സമയത്താണ് ശ്രുതി ഇടപെട്ടത്. അതായത് CPIക്ക് കാര്യമായിട്ടുള്ള സംഘടനാ സംവിധാനമൊന്നും തൃശ്ശൂരില്ല. പക്ഷേ 1275 ബൂത്തുകളുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ആ 1275 ബൂത്തിലും ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം CPM-നുണ്ട്. അവർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക ഓരോ ഘട്ടത്തിലും തലനാരഴ കീറി വോട്ടർ പട്ടിക പരിശോധിച്ച് പഠിച്ച് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്ക് എല്ലാ ബൂത്തിലും 2 BLA-മാർ വീതമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് സുനിൽകുമാർ പറഞ്ഞ ഉണ്ടയില്ലാത്ത വെടിക്ക് കൃത്യമായിട്ടുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. 3 തവണ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മീറ്റിംഗ് വിളിച്ചു. സൗജന്യമായിട്ട് വോട്ടർ പട്ടിക എല്ലാ പാർട്ടികൾക്കും കൊടുത്തു. വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സമയം കൊടുത്തു. ആക്ഷേപം പറയാനുള്ള സമയം കൊടുത്തു. അതിനുശേഷം പരാതി 4 തവണ കൊടുത്ത പരാതിയുടെ പകർപ്പുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അങ്ങ് അപ്പോൾ എത്തിയിരുന്നില്ല.
വെറുതെ പറയാണ് സ്മൃതി, വെറുതെ പറയാണ്. ഈ സുനിൽകുമാർ അഡ്വക്കേറ്റ് അല്ലേ, അദ്ദേഹം അഡ്വക്കേറ്റ് അല്ലേ, അദ്ദേഹത്തിന് ഈ കാര്യത്തില് അങ്ങനെ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ കോടതിയെ സമീപിക്കണം എന്നുള്ള നിയമം അറിയാത്ത വക്കീലാണോ സുനിൽകുമാർ? അതിനുള്ള സംവിധാനം ഈ പാർട്ടിക്കില്ലേ, CPM-നില്ലേ, CPI-ക്കില്ലേ? അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചില്ല? എന്തുകൊണ്ട് സമീപിച്ചില്ല? ശരി, പെട്ടെന്ന് ആ മറുപടി എടുത്തിട്ട് അങ്ങയിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.